രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. രണ്ടാമത്തെ ടെൻസ് നമ്മൾ എല്ലാ സിമ്പിളും ആദ്യം പറയാണ്. സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ്, അടുത്ത സിമ്പിൾ ഫ്യൂച്ചർ, അങ്ങനെ നമ്മൾ പറയാണ്. സോ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുന്ന സമയത്ത് ആക്റ്റീവ് വോയിസിൽ അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞതാണ് സബ്ജക്റ്റ് വന്നു അല്ലേ, സബ്ജക്റ്റ് വന്നു, ശേഷം വെർബിൻ്റെ V2 ഫോം വരും, പിന്നെ ഏതാണ് ഒബ്ജക്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമേ സബ്ജക്റ്റിന് ശേഷം ഏത് ഉപയോഗിക്കുന്നുള്ളൂ? V2B. ടെൻസസ് നമ്മൾ പഠിക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റിൽ മാത്രമാണ് എന്ത് വരുന്നത്? V2 വരണം. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ അത് പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യം ഒബ്ജക്റ്റ് വരും അല്ലേ. സോ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഒബ്ജക്റ്റ് വരും. നെക്സ്റ്റ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതായിരുന്നു? ഇല്ല. ദെൻ വെർബ് V2 അല്ലേ. വെർബ് V2 വന്നാൽ ബി ഫോം ഏതാണ്? വാസ് അല്ലെങ്കിൽ വേർ, ഇവരാണ് ബി ഫോം അല്ലേ. സോ വാസ് അല്ലെങ്കിൽ വേർ. V2 വെർബ് വന്നാലും നമുക്ക് പാസീവ് വോയിസിലേക്ക് ഏതാ വെർബ് വേണ്ടത്? V3. അപ്പോൾ V2 നമ്മൾ എന്ത് ചെയ്യുക? V3 ആയി കൊടുക്കണം. ദെൻ ബൈ പ്ലസ് എന്താണ് തന്നിരിക്കുന്ന സബ്ജക്റ്റിന് കൊണ്ടുവരിക. ഇതാണ് സ്ട്രക്ചർ. ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ കില്ലിഡ് എ സ്നേക്ക്. ഞാനൊരു പാമ്പിനെ കൊന്നു. ഐ കില്ലിഡ് എ സ്നേക്ക് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് വന്നു, വെർബിൻ്റെ V2 വന്നു, ഒബ്ജക്റ്റ് വന്നു അല്ലേ. സോ നമ്മൾ പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ആരെ കൊണ്ടുപോകും? ഒബ്ജക്റ്റിനെ കൊണ്ടുപോകും അല്ലേ. സോ എ സ്നേക്ക് ഒബ്ജക്റ്റ്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് ബി ഫോം ആണ് കൊണ്ടുപോകേണ്ടത്. ബി ഫോം ഏതാണ്? ഒബ്ജക്റ്റ് കൊണ്ടുപോയി, പിന്നെ എന്താണ്? വാസ് അല്ലെങ്കിൽ വേറാണ് കൂടി തന്നിരിക്കുന്നത്. സ്നേക്ക് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബി ഫോം വാസ് ചെയ്തു അല്ലേ. സ്നേക്സ് ആയിരുന്നെങ്കിലോ, അതായത് പാമ്പുകൾ എന്നായിരുന്നെങ്കിലോ, സ്നേക്സ് ആയിരുന്നെങ്കിലോ, അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഐ കില്ലിഡ് എ സ്നേക്കിന് പകരം സ്നേക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ഒബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് വേർ ചെയ്തുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്നേക്ക് സിംഗുലർ ആയതുകൊണ്ട് വാസ് ചെയ്തി, സിംഗുലർ ആയതുകൊണ്ട് വാസ് ചെയ്തി. സ്നേക്സ് പ്ലൂറൽ ആയിരുന്നെങ്കിൽ വേർ ചെയ്തുമായിരുന്നു അല്ലേ. സോ എ സ്നേക്ക് വാസ്. നെക്സ്റ്റ് ഏതാണ്? ഇവിടെ വെർബ് V2 അല്ലേ. സോ കില്ലിടെന്ന്, കില്ല് V1 ആണ് അല്ലേ. കില്ല് എന്ന് പറഞ്ഞാൽ V1 ആണ്. അതിൻ്റെ V2 ഫോം ഏതാണ്? കില്ലിഡ്. V1 ആണ്, അതിൻ്റെ V2 ഫോം കില്ലിഡ്. അതേപോലെ തന്നെ V3 ഫോമും കില്ലിഡ്. V1 ആണ് കില്ല്, V2 കില്ലിഡ് ആൻഡ് V3 എന്താണ്? കില്ലിഡ്. അപ്പോൾ കില്ല്, കില്ലിഡ് ആൻഡ് കില്ലിഡ് ആണ്. സോ കില്ല്, കില്ലിഡ് ആൻഡ് കില്ലിഡ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ വേണ്ടിയതാണ് V2 ആണ് തന്നിരിക്കുന്നതിൽ വന്നത് അല്ലേ. തന്നിരിക്കുന്നതിൽ V2 ആണ് വന്നത്. അപ്പോൾ അതിന് V3 കില്ലിന് എന്തായിട്ട് മാറും? കില്ലിഡ് ആയിട്ട് മാറും അല്ലേ. V3 വേണം നമുക്ക്. കില്ലിഡ് എന്താണ്? കില്ലിഡ് തന്നെ. ഓൾറെഡി എന്താണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്താണ്? കില്ലിഡ് ആണ് V2. അതിൻ്റെ V3 ഏതാണ്? കില്ലിഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? കില്ലിഡ് ചെയ്തു. ബൈ പ്ലസ് എന്താണ്? ഏജന്റ്, ഡൂവർ അല്ലേ. ഐ ആണ്. ഐ എന്തായിട്ട് മാറും? നമുക്കറിയാം ഐ എന്തായിട്ട് മാറും? മീ ആയിട്ട് മാറും. സോ എന്തായിട്ട് മാറി? ഈ ഐയെ നമ്മൾ എന്തായിട്ട് മാറ്റി? മീ ആക്കി മാറ്റി. സോ റൈറ്റ് ആൻസർ ഐ കില്ലിഡ് എ സ്നേക്ക്. എ സ്നേക്ക് വാസ് കില്ലിഡ് ബൈ മീ എന്നായിട്ട് പറയും. ഇത് പ്ലൂരൽ ആയിരുന്നെങ്കിലോ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പറയാണ് ഐ കില്ലിഡ് സ്നേക്സ് എന്നായിരുന്നെങ്കിലോ, ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ഐ കില്ലിഡ് സ്നേക്സ് ആയിരുന്നു ചോദ്യമെങ്കിൽ. ഐ കില്ലിഡ് സ്നേക്സ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? പാസീവ് വോയിസിൽ മാറ്റുന്ന സമയത്ത് ഒബ്ജക്റ്റ് സ്നേക്സ് എഴുതി. നെക്സ്റ്റ് എന്താണ്? സ്നേക്സ് എഴുതി. ബി ഫോം വാസ് ഓർ വേർ. സ്നേക്സ് പ്ലൂരൽ ആയതുകൊണ്ട് വേർ അല്ലേ. പ്ലൂരൽ ആയതുകൊണ്ട് എന്താണ്? വേർ. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് വേർ എഴുതി. നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് വെർബാണ്. വെർബ് എന്താണ്? V2 ആണ് വന്നത്. നമുക്ക് എന്താണ്? V3. V3 എന്താണ്? കില്ലിഡ് തന്നെയാണ്. കില്ലിഡ് ബൈ ആരാണ്? മീ. അതായത് ഐ കില്ലിഡ് സ്നേക്സ് അല്ലെ, പ്ലൂറൽ ആയിട്ടുള്ള സ്നേക്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ സ്നേക്സ് വേർ കില്ലിഡ് ബൈ മീ ആകുമായിരുന്നു ശരി ഉത്തരം. ക്ലിയർ ആണോ? അപ്പോൾ ഐ കില്ലിഡ് എ സ്നേക്കോ, എ സ്നേക്ക് വാസ് കില്ലിഡ് ബൈ മീ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഇതിനെ കുറച്ച് എക്സാമ്പിൾ നോക്കൂ. ഹി റോട്ട് ആൻ എക്സാം അല്ലേ. ഹി റോട്ട് ആൻ എക്സാം. സബ്ജക്റ്റ് വന്നു അല്ലേ. റോട്ട് ഏതാണ്? V2 ആണ്. ആൻ എക്സാം ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് വന്നു V2 ആൻഡ് ഒബ്ജക്റ്റ്. ഹി റോട്ട് ആൻ എക്സാം. ദെൻ നമ്മൾ പാസീവ് വോയിസിൽ മാറ്റുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? എക്സാം. ആൻ എക്സാം എന്തായിട്ട് മാറും? ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതി. നെക്സ്റ്റ് എന്താണ് വന്നിരിക്കുന്ന ഫോമിൽ? വാസിൻറ്റ്, സോറി ഇവിടെ
വാസിൻ്റെ വരില്ല, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. കാരണം സെനൻസ് പോസിറ്റീവാണ്, ഇവിടെ വാസാണ് വരിക കേട്ടോ. ഈ ഇൻറ്റിന് പരിഗണിക്കേണ്ട. ആൻ എക്സാം അല്ലേ, തന്നിരിക്കുന്നത് V2 ആണ് അല്ലെ. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഹെൽപ്പിംഗ് വെർബ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് എടുത്ത് ചെയ്താൽ വേണ്ടിയിട്ട്. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ V2 ആണ്. V2 എന്നാൽ ബി ഫോം ഏതാ? വാസ് അല്ലെങ്കിൽ വേറൊരു. ആൻ എക്സാം എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. എക്സാംസ് ആയിരുന്നെങ്കിൽ വേറെ ഉപയോഗിക്കുമായിരുന്നു. ആൻ എക്സാം സിംഗുലർ ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. റോട്ട് എന്ന് പറഞ്ഞാൽ V2 അല്ലേ വെർബ്. ഇവിടെ വാസ് എന്നാണ് ബി ഫോം ആണ്. റോട്ട് എന്താണ്? റോട്ട് എന്ന് പറയുന്നത് V2 ആണ് വെർബ്. അതായത് വെർബിന്റെ ഫോമിൽ V1 ഏതാണ്? റൈറ്റ് ആണ്. V2 ഏതാണ്? റോട്ടാണ്. അതിൻ്റെ V3 ഏതാണ്? റിട്ടൺ ആണ്. V1 റൈറ്റ് ആണ്, V2 റോട്ടാണ്, V3 ഏതാണ്? റിട്ടൺ ആണ്. സോ an exam was written by അല്ലെ, an exam was written. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ V3 നമ്മൾ എഴുതി. ഇവിടെ ഓൾറെഡി തന്നത് V2 ആണ്, അതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള V3 നമുക്ക് വേണ്ടി റിട്ടേൺ എഴുതി. നെക്സ്റ്റ് എന്താണ്? ബൈ പ്ലസ് ഏജന്റ് ഓഫ് ഡുവർ. ബൈ എഴുതി. ഹി എന്തായിട്ട് മാറും? നമ്മൾ പഠിച്ചാണ് ഹി ഹിം ആയിട്ട് മാറും. ഹി എന്തായിട്ട് മാറും? സബ്ജക്റ്റീവ് എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഹി റോട്ട് എൻ എക്സാം എന്തായിട്ട് മാറും? എൻ എക്സാം വാസ് റിട്ടൺ ബൈ ഹിം എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? സോ ഇതാണ് എന്ത്? ഹി റോട്ട് എൻ എക്സാം വാസ് റിട്ടൺ ബൈ ഹിം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹി റോട്ട് എൻ എക്സാം എഴുതി. എൻ എക്സാം സിംഗുലർ ആയതുകൊണ്ട് ബി ഫോം വാസ് ഒരു വേറിൽ വാസ് എഴുതി അല്ലെ. സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതി. തന്നിരിക്കുന്ന വെർബ് V2 റോട്ട് വന്നതുകൊണ്ട് അതിന്റെ V3 ഫോം റിട്ടേൺ എഴുതി. ബൈ പ്ലസ് എന്താണ്? ഏജന്റ് ഓഫ് ഡുവർ. ഹി എന്തായിട്ട് മാറും? അത് ഹിം ആയിട്ട് മാറും അല്ലെ. ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. സോ ദ റൈറ്റ് ആൻസർ എൻ എക്സാം വാസ് റിട്ടൺ ബൈ ഹിം ആണ്. ഓക്കെ. സോ ഈ സെയിം സെന്റൻസിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ തൊട്ടതായി എഴുതിയത്. അത് നോക്കാം. ഹി റോട്ട് എൻ എക്സാം. അവനൊരു എക്സാം എഴുതി. അവനൊരു എക്സാം എഴുതിയില്ല അല്ലെ, എഴുതിയിട്ടില്ല. സോ ഹി ഡിഡിൻറ്റ് റൈറ്റ് എൻ എക്സാം. അതെന്തായിട്ട് മാറും? അവനൊരു എക്സാം എഴുതിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഹി ഡിഡിൻറ്റ് റൈറ്റ് എൻ എക്സാം എന്നായിട്ട് മാറും. ജസ്റ്റ് മുകളിലതൊന്ന് എറേസ് ചെയ്യണേ, നോട്ട് ചെയ്ത് വെക്കണേ. സോ ഹി ഡിഡിൻറ്റ് റൈറ്റ് എൻ എക്സാം. ഹി ഡിഡിൻറ്റ് റൈറ്റ് എൻ എക്സാം എന്ന് പറയുന്ന സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. സോ നെക്സ്റ്റ് അതിൻ്റെ പാസീവ് വോയിസ് നോക്കൂ. എൻ എക്സാം വാസിൻറ്റ് റിട്ടൺ ബൈ ഹിം. ഇവിടെ വന്നിരിക്കുന്നത് ഹി അല്ലെ. ചോദ്യം നോക്കണം നിങ്ങൾ. ഹി ഇവിടെ ഹി തന്നെ. എൻ എക്സാം തന്നെ. പാസീവ് വോയിസിലേക്ക് വന്ന സമയത്തും സെയിം പാസീവ് വോയിസാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഇൻറ്റില്ല, നമ്മൾ പറഞ്ഞതാണ്. എൻ എക്സാം അല്ലേ. എൻ എക്സാം റിട്ടൺ ബൈ ഹിം. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് എവിടെയാണ് മാറ്റം വരുന്നത്? വെർബിൻ്റെ കൂടെയാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഹി റോട്ട് എൻ എക്സാം എന്ന് പറയുന്നത്, ഈ റോട്ട് എന്ന് പറയുന്നത് എന്താണ്? റോട്ട് എന്ന് പറയുന്നത് V2 ആണ് അല്ലേ. റോട്ട് എന്ന് പറയുന്നത് V2 ആണ്. ഈ V2 ഹിഡൻ ആയിട്ട് വരുന്ന ഓക്സ് വെർബ് ഏതാണ്? ഡിഡ് ആണ് അല്ലേ. ഡിഡ് പ്ലസ് എന്താണ്? റൈറ്റ് ആണ് റോട്ട് എന്ന് പറയുന്നത്. അതായത് ഡിഡ് പ്ലസ് എന്താണ്? V1 ആണ് ഏത്? ഈ ഒരു V2 എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് V1 ആണ് ഈ ഒരു V2 എന്ന് പറയുന്നത്. സോ എന്താണ് ഇവിടെ റോട്ട് എന്ന് പറയുന്ന സമയത്ത് ഡിഡ് പ്ലസ് എന്താ അവിടെ ഉണ്ടാവുക? റൈറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി വെർബിൻ്റെ കൂടെയാണ് ഇൻറ്റ് ചേർക്കുക. അപ്പോൾ എന്തായാലും പറയും ഡിഡിൻറ്റ്. ശേഷം അവിടെ റോട്ട് ഉണ്ടാവുമോ? ഇല്ല. ഏതേ വരും? റൈറ്റേ വരും. ഇക്കാര്യം മനസ്സിലാക്കി വെക്കണം. നമ്മൾ നേരത്തെ ഡസിൻ്റെ കേസിലും പറഞ്ഞു. ഡൂൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കാനൊന്നുമില്ല, അതെങ്ങനെയാണെങ്കിലും V1 തന്നെയാണ്. ബട്ട് ഡസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് പോസിറ്റീവ് ആകുന്ന സമയത്ത് V1 പ്ലസ് SORS ആയിരിക്കും. ബട്ട് നെഗറ്റീവ് ആക്കി ഡസിൻ്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ ശേഷം V1 ആണ് വരിക. അതേപോലെ തന്നെയാണ് എന്ത് V2ൻ്റെ കേസിൽ. V2 പോസിറ്റീവ് സെൻറ്റൻസിൽ എന്താണ് V2 ആയിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ എന്താണ് അത് നമ്മൾ നെഗറ്റീവ് ആക്കി ഡിഡ് അല്ലെ, ഡിഡ് ഉപയോഗിച്ച് സെൻറ്റൻസ് നെഗറ്റീവ് ആകുന്ന സമയത്ത് ഡിഡിൻ്റെ വന്നാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? റൈറ്റ് ആയിട്ടുള്ള V1 മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്റൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് ഇങ്ങനെ ഡിഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വന്നിരിക്കുന്നത് ഹി ഡിഡിൻറ്റ് റൈറ്റ് എൻ എക്സാം ആണ് അല്ലേ. സോ നമ്മൾ പാസീവ് വോയിസിലേക്ക് എഴുതുന്ന സമയത്ത് ആദ്യം എക്സാമിന് കൊണ്ടുവരാം. ആൻ എക്സാം ആദ്യം എന്ത് ചെയ്യുക? പാസീവ് വോയിസ് കൊണ്ട സമയത്ത് എക്സാമിന് കൊണ്ടുവരിക.
ആൻ എക്സാം നമ്മൾ ആദ്യം തന്നെ എഴുതി അല്ലേ. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് തന്നിരിക്കുന്ന ഫോമിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെ. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ ഡിഡ് ആയിട്ട് ഇവിടെ കാണാനുണ്ട്, പക്ഷേ ഡിഡിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഡസ് വന്നാൽ അല്ലെ, ഡു വന്നാൽ ഡസ് വന്നാൽ ഡിഡ് വരിക അല്ലേ. ഇങ്ങനെ നെഗറ്റീവായിട്ട് സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചാൽ അല്ലേ, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് എന്നോ ഡസിൻ്റെ എന്നോ ഡിഡിൻ്റെ എന്നോ ഉപയോഗിക്കുക. ഡോണ്ട്, അതേപോലെ ഡസിൻ്റെ, ഡിഡിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഡൂനെയും ഈ ഡസിനെയും ഈ ഡിഡിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, തന്നിരിക്കുന്നത് പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഡിഡിനെ കൊണ്ടുപോകണോ? വേണ്ട. നെക്സ്റ്റ് എന്താണ്? ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല. പിന്നെ ഏതാണ് വന്നിരിക്കുന്ന വെർബ്? ഇവിടെ വന്നിരിക്കുന്നത് നോക്കണം നിങ്ങൾ. വെർബ് ഏതാ വരിക? വെർബ് V1 ആണ്. V1 വന്നത് കൊണ്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യരുത്, ഈസ്, ആം, ആറ് ആ ഒരു ഫോമിലാണെന്ന് കരുതരുത്. ഡിഡ് വന്ന സെൻറ്റൻസ് എന്താണ്? പാസീവ്, ഡിഡ് വന്ന സെൻറ്റൻസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ പോസിറ്റീവ് സെൻറ്റൻസിൽ വെർബ് V2 ആണ് വരിക. ദെൻ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? നമ്മൾ മാറ്റുന്ന സമയത്ത് ബി ഫോം ഏത് വരണം? അത് V2ൻ്റെ, അതായത് പോസിറ്റീവ് സെൻറ്റൻസിൽ വരുന്ന വെർബിൻ്റെ V2 ഫോം, ബി ഫോം എന്ത് ചെയ്യണം? നമ്മൾ കണക്കാക്കണം. അപ്പോൾ V2 വെർബ് വന്നതുകൊണ്ട് അവിടെ ബി ഫോം ഏത് വരിക? വാസ് അല്ലെങ്കിൽ വേറാണ് വരിക. എക്സാം സിംഗുലർ ആയതുകൊണ്ട് വാസ്. ഇതിൻ്റെ കൂടെ ഇൻറ്റ് ചേർക്കുക, വാസ് ഇൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? വെർബ് എന്ന് പറയുന്നതല്ലേ, ഏത് വന്നാലും അതിൻ്റെ V3 ആണ്. നമ്മൾ പാസീവ് വോയിസിലേക്ക് ഇതിൻ്റെ റൈറ്റിൻ്റെ പാസീവ് V3 ഫോമാറ്റിലെ റിട്ടൺ അല്ലേ. റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് പറയുക. റിട്ടൺ എഴുതി. ബൈ ആരാണ്? ബൈ ഹിം. ഇവിടെ മാറ്റം ഏതാണ്? വാസിൻ്റെ ആണ് അല്ലെ. തന്നിരിക്കുന്നതിൽ എന്താ മാറ്റം വരുന്നത്? വാസ് വാസിൻ്റെ ആയിട്ട് മാറിയെന്ന് മാത്രം. സെൻറ്റൻസ് നെഗറ്റീവ് ആകുന്ന സമയത്ത് വാസ് വാസിൻ്റെ ആയിട്ട് മാറി. ഇവിടെ റോട്ട് എന്താണ്? നെഗറ്റീവ് ആക്കാം, ഡിഡിൻ്റെ റൈറ്റ് ആയിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പോൾ ഡൂവും ഡസും ഡിഡും ശ്രദ്ധിക്കുക. ഡസിൻറ്റ് അല്ലെ, ഡോണ്ട്, ഡിഡിൻ്റെ എന്നൊക്കെ സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡസിനെയും ഡൂനെയും ഡിഡിനെയും ഒരിക്കലും ഹെൽപ്പിംഗ് വെർബ് ആണെന്ന് കരുതിയിട്ട് പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകരുത്. ഡസിൻ്റും ഡോണ്ടും വന്ന സെൻറ്റൻസ് എന്തായിരിക്കും? അത് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ. ഡിഡിൻ്റെ വന്നാൽ എന്തായിരിക്കും? സിമ്പിൾ പാസ് ആയിരിക്കും. ഡിഡിലാണ് നിങ്ങൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്. വെർബ് നോക്കി നമ്മൾ ബി ഫോം എഴുതുന്ന സമയത്ത് നെഗറ്റീവ് സെൻറ്റൻസ് ആകുന്ന സമയത്ത് അവിടെ വെർബ് V1 ആയിരിക്കും. അത് കരുതി നിങ്ങൾ ഈസോ ആമോ ആറോ ഒരിക്കലും ആണെന്ന് ബി ഫോം ആണെന്ന് കരുതരുത്. അവിടെ ഡിഡിൻ്റെ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ് ആണ്. സിമ്പിൾ പാസ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ എന്താണ്? V2 ആണ് എഴുതുക. അപ്പോൾ V2 വന്നാൽ നമ്മൾ എന്താ? വാസ് ഓർ വേർ ആണ് യൂസ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യണം? ഇവിടെ വാസ് ഓർ വേർ യൂസ് ചെയ്യണം. എക്സാം സിംഗുലർ ആണ് വാസ് യൂസ് ചെയ്യുക, അതിൻ്റെ കൂടെ നെഗറ്റീവ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടെൻസ് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ ടെൻസസിൽ മൂന്നാമത്തെ നോക്കുകയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു, അടുത്ത സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ആക്റ്റീവ് വോയിസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് അല്ലേ. സോ അസറ്റീവ് സെൻറ്റൻസ് ആദ്യം സബ്ജക്റ്റ് വരും. നെക്സ്റ്റ് ഏതാണ്? ആദ്യം സബ്ജക്റ്റ് വരും. പിന്നെ വരുന്നത് ഏതാണ്? ഫ്യൂച്ചർ ടെൻസിൽ വിൽ അല്ലെങ്കിൽ ഷാൾ വരും അല്ലേ. വിൽ അല്ലെങ്കിൽ ഷാൾ യൂസ് ചെയ്യും. ശേഷം എന്താണ്? വെർബിൻ്റെ V1 ഫോം വരും. ദെൻ ഒബ്ജക്റ്റ്. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പാസീവ് വോയിസിൽ വരുന്ന സമയത്തോ ഒബ്ജക്റ്റിനെ കൊണ്ടുവരും അല്ലേ. നെക്സ്റ്റ് ഏതാണ്? വിൽ അല്ലെങ്കിൽ ഷാൾ. ഏതാണ്? ഓക്സിലറി വെർബ്. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? എടുത്ത് ചെയ്യുക അല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തന്നിരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐയുടെയും അതേപോലെ വിയുടെയും കൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ഷാൾ യൂസ് ചെയ്യാം. വില്ലാണെങ്കിലോ ഓൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓൾ പ്രൊനൗൺസ്, എല്ലാ പ്രൊനൗൺസിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വില്ല് യൂസ് ചെയ്യാം. ഐയുടെയും വിയുടെയും കൂടെ മാത്രം എന്ത് ഉപയോഗിക്കുക? ഷാൾ ഉപയോഗിക്കുക. ഐയുടെയും വിയുടെയും കൂടെ ഏത് ഉപയോഗിക്കും? വില്ല് ഉപയോഗിക്കുക. കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. സോ വില്ലൊരു ഷാൾ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ കൊണ്ടുവരിക. നെക്സ്റ്റ് ഏതാണ്? V1 ആണ്. ഏതാണ് ഉപയോഗിക്കുക? ബി ആണ് യൂസ് ചെയ്യുക. ബിയുടെ ഫോം ആയിട്ടുള്ള ഏതാണ്? ബി തന്നെയാണ് എന്താ അവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുക. ദെൻ വെർബ് V1 എന്തായിട്ട് മാറും? V3 ആയിട്ട് മാറും. ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ്. ഓക്കെ. സിമ്പിൾ സ്ട്രക്ചർ നോക്കാം. നമുക്ക് ആക്റ്റീവ് വോയിസിൽ വരുന്നത് ഷി വിൽ ബൈ എ കാർ അല്ലേ. അവളൊരു കാറ് വാങ്ങും അല്ലേ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് നോക്കുക. ഒബ്ജക്റ്റ് ഏതാണ്? കാറാണ്. സോ ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ. അടുത്തത് വരുന്നത് എന്താണ്? അടുത്തത് വരുന്നത് വില്ലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെൽപ്പ് യു വെർബ് ഏതാണ്?
വില്ലാണ്, വില്ലോട് ഷാള വന്ന് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. വില്ല് വന്നു, നമ്മൾ വില്ലിനെ എന്ത് ചെയ്തു, കാരണം ഇവിടെ എന്താണ് ഷീയുടെ കൂടെ വില്ലാണ് ഉപയോഗിച്ച് എ കാറിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം വില്ല് ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് വില്ലിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം കൊണ്ടുപോകാം. നെക്സ്റ്റ് ഏതാണ് തന്നിരിക്കുന്നത് വില്ല് അങ്ങനെ തന്നെ. ഏതാ ബി ഫോം, ഏതാ ബി തന്നെയാണ് ഉപയോഗിക്കുക. സോ എന്താ ബി ഫോം ആയിട്ടില്ല, ബി തന്നെ അവിടെ ഉപയോഗിക്കും. നെക്സ്റ്റ് വെർബ് ഏതാണ്, ഇവിടെ V1 ആണ് അല്ലെ. ബൈ എന്ന് പറയുന്നത് എന്താണ് V1 ആണ്, ബൈ അല്ലെ. അതിൻ്റെ V2 ഏതാണ്, ബോട്ടാണ് അല്ലെ, BOUGHT ബോട്ടാണ്. അതിൻ്റെ ബൈ V1 ആണ്, ബോട്ട് V2 ആണ്, BOUGHT ബോട്ടാണ് അതിൻ്റെ V3. സോ ബൈ ബോട്ട് ബോട്ടാണ് അല്ലെ, BUY ആൻഡ് BOUGHT ആൻഡ് BOUGHT ബൈ ബോട്ട് ആൻഡ് ബോട്ടാണ് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, V1 എന്ത് ചെയ്യുക, അതിനെ V3 ഫോമാറ്റിലെ ബോട്ടിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ. സോ ബൈ എന്തായിട്ട് മാറി, ബോട്ടായിട്ട് മാറി. ക്ലിയർ ആണോ? നെക്സ്റ്റ് അവിടെ വന്നിരിക്കുന്നതാണ് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ട ഏതാണ്, ബൈ ഏജൻറ്റോ ഡുവർ ആണ് അല്ലെ. ഷീ എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുക അല്ലെ. ഷീ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത്, അതെന്തായിട്ട് മാറും, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കാണുന്ന സമയത്ത് അത് ഹെർ ആയിട്ട് മാറും. സോ ഷീനെ എന്ത് ചെയ്യുക, ബൈ പ്ലസ് അല്ലെ ഏജൻറ്റോ ഡുവർ ബൈ ഹെർ. സോ ഷീ വിൽ ബൈ എ കാർ എന്തായിട്ട് മാറും, എ കാർ വിൽ ബി ബോട്ട് ബൈ ഹെർ ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത് അല്ലെ. സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റിങ്ങിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഡൂൺ ഡസും ഡിഡും ഒക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. മറ്റുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് കവർ ചെയ്തപ്പോൾ ഇതേപോലെ സിമ്പിളാണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നോക്കിയാൽ ഷീ വിൽ ബൈ എ കാർ അല്ലെ. ഷീ വിൽ ബൈ എ കാർ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് തന്നെ പറയാണ്, ഷീ വിൽ ബൈ എ കാർ അല്ലെ. അതെന്തായാലും എ കാർ വിൽ ബി ബോട്ട് ബൈ ഹെർ അല്ലെ. തന്നിരിക്കുന്നത് എ കാർ നമ്മൾ എഴുതി അല്ലെ, നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത് അല്ലെ. എ കാർ നമ്മൾ എഴുതി, തന്നിരിക്കുന്ന ബില്ല് വന്നു, ആ ബില്ലിന് അങ്ങനെ തന്നെ എടുത്തെഴുതി. കാരണം ഷീയുടെ കൂടെയും ബില്ല് ഉപയോഗിക്കും, എ കാറിൻ്റെ കൂടെയും ബില്ല് ഉപയോഗിക്കും. then ബി ഫോം ഏതാണ്, ബി ഫോം എന്ന് പറയുന്നത് ബി തന്നെയാണ് അല്ലെ. ബി എഴുതി, എന്താ ബൈ എന്ന് പറയുന്നത് എന്താണ്, V1 ആണ്. അതിൻ്റെ V3 ഏതാണ്, ബോട്ടാണ്. അപ്പം ബോട്ട് എഴുതി. then ബൈ പ്ലസ് ഏതാണ്, ഏജൻറ്റ് ഓർ ഡുവർ. ബൈ ആരാണ്, ഷീ എന്തായിട്ട് മാറും, ഹെർ ആയിട്ട് മാറും. സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ഇവിടെ ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? സോ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിലോ, നേരത്തെ നമ്മൾ എന്താണ് ഡൂൺ ഡസും ഡിഡും എന്ന് എഴുതിയപോലെ അത്ര ഒരു ബുദ്ധിമുട്ട് എവിടെ വരില്ല, ഇനി വരാൻ പോകുന്ന ടെൻസസിലൊന്നും വരില്ല. കാരണം എന്താണ്, ഓൾറെഡി ഓക്സിലറി വെർബ് എല്ലാത്തിനെയും കൂടെ ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും മാത്രമാണ് ഓക്സിലറി വെർബ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൂൺ ഡസും ഡിഡും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഹിഡൻ ഓക്സിലറി വെർബ്സ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. സോ മറ്റുള്ള എല്ലാ ടെൻസസിലും അല്ലെ, നമ്മൾ മൊത്തം 8 എണ്ണം പഠിക്കാൻ ഇതിൽ 2 എണ്ണത്തിൽ മാത്രമേ ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ. മറ്റുള്ള 6 എണ്ണം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലും എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ കണ്ടെത്താൻ പറ്റും. സോ ഡൂൺ ഡസും ഡിഡിലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ. സോ ഷി വിൽ നോട്ട് ബൈ എ കാർ അല്ലേ. ഷി വിൽ നോട്ട് ബൈ എ കാർ എന്ന് പറയുന്ന സെൻറ്റൻസ് എന്താണ്, അവളൊരു കാറ് വാങ്ങില്ല. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒബ്ജക്റ്റ് ഏതാണ്, എ കാറാണ്. എ കാർ നമ്മൾ ഇങ്ങോട്ട് എഴുതി അല്ലെ. വിൽ നോട്ട് അല്ലെ, തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. വിൽ നോട്ട് വന്നിട്ടുണ്ട്, ആ വിൽ നോട്ടിന് അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി അല്ലെ. ബി ഫോം ഏതാ യൂസ് ചെയ്യുക, ബി തന്നെയാണ്. ബി ഫോം യൂസ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് ഏതാണ്, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വെർബിനെ V3 ഫോം ഏതാണ്, ബോട്ടാണ്. V3 എഴുതി. ബൈ ഏതാണ്, ബൈ ഏജൻറ്റ് ഡുവർ. ഷീ എന്തായിട്ട് മാറി, ബൈ ഹെർ ആയിട്ട് മാറും. ഷീ എന്തായിട്ട് മാറും, ബൈ ഹെർ ആയിട്ട് മാറും. സോ ഷി വിൽ നോട്ട് ബൈ എ കാർ എന്തായിട്ട് മാറും, എ കാർ വിൽ നോട്ട് ബി ബോട്ട് ബൈ ഹെർ ആയിട്ട് മാറും. ഷി വിൽ ബൈ എ കാർ എന്തായിട്ട് മാറും, ആക്റ്റീവ് വോയിസ് പാസീവിലേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും, എ കാർ വിൽ നോട്ട് ബി ബോട്ട് ബൈ ഹെർ. ഒരു മാറ്റവും ഇല്ല. എന്താണ് ഇവിടെ വിൽ നോട്ട് നെഗറ്റീവായി. സോ ഇവിടെ എന്താണ് വിൽ നോട്ട്. സോ വിൽ നോട്ട് എന്ന് കാണാം. അല്ലെങ്കിൽ എന്താണ് വിൽ നോട്ടിൻ്റെ ചുരുക്ക രൂപമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ബോണ്ട് ഉപയോഗിക്കാറുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കട്ടോ. വിൽ നോട്ടിൻ്റെ ചുരുക്ക രൂപമായിട്ട് ബോണ്ട്. വിൽ നോട്ടിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ എക്സാമിന് വന്നേക്കാം. അതെന്താണ്, ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിൽ പ്ലസ് നോട്ടാണ് വോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ടെൻസ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഏതാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ എന്താണ്, ആക്റ്റീവ് വോയിസിൽ അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്താണ്, സബ്ജക്റ്റ് വരും അല്ലെ. ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ ഏതാണ്, സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് വരും. ദെൻ വെർബിന്റെ ഏത് ഫോം വരും, V1 പ്ലസ്
ഇവിടെ ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഇവിടെ വിട്ടുപോയതാണ്. സബ്ജക്റ്റ് വരും. ദെൻ നെക്സ്റ്റ് എന്താണ്, ഹെൽപ്പിംഗ് വെർബ് വരും. പിന്നെ എന്താ, PM പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് സ്ട്രക്ചർ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്, സബ്ജക്റ്റ് വരും, ദെൻ എന്താണ്, ഹെൽപ്പിംഗ് വെർബ് വരും. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വരും, ദെൻ ഹെൽപ്പിംഗ് വെർബ് വരും, ദെൻ വെർബിന്റെ PM പ്ലസ് ING ഫോം പ്ലസ് എന്തായിട്ട് മാറും, ഒബ്ജക്റ്റ്. ഇതാണ് സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് PM പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. പാസീവിലേക്ക് വരുന്ന സമയത്ത് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം അല്ലേ. നെക്സ്റ്റ് ഏതാണ്, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഏതാണ്, അവിടെ തന്നിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഏതാണ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആണ് ഹെൽപ്പിംഗ് വെർബ് അല്ലേ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആണ് ഹെൽപ്പിംഗ് വെർബ്. അതിനങ്ങനെ തന്നെ കൊണ്ടുവരാം അല്ലേ. ഇതാണെന്ത്, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്, വെർബ് VM പ്ലസ് ING അല്ലേ. വെർബ് VM പ്ലസ് ING അതുകൊണ്ട് ബിയുടെ ING ഫോം. ബിയുടെ ING ഫോം ഏതാണ്, B പ്ലസ് ING. ബിയുടെ ING ഫോം B പ്ലസ് എന്താണ്, ING ആണ്. സോ ബിയുടെ ING ഫോം. വെർബ് VM പ്ലസ് ING ആണെങ്കിലും അതിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം, V3യിലേക്ക് മാറ്റണം. സോ V3. വെർബ് നോക്കിയിട്ട് നമ്മൾ ഏതിനാണ് ഡിസൈഡ് ചെയ്യുന്നത്, BA ആണ് ഡിസൈഡ് ചെയ്യുന്നത്. വെർബ് ഒക്കെ എന്തായിട്ട് മാറും, അത് V3 ആയിട്ട് മാറും. വെർബ് V3 ആയിട്ട്. ബൈ അല്ലേ, ബൈ എന്താണ്, സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അല്ലേ. സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ബൈ സബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് VM പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആയിട്ട് മാറും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആക്റ്റീവ് വോയിസ്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്തായിട്ട് മാറും, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. പാസീവ് വോയിസിലേക്ക് ലെറ്റർ ഈസ് ബീൻ റിട്ടൺ ബൈ മീ. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്താണ്, ഒബ്ജക്റ്റ് ഏതാണ്, എ ലെറ്റർ ആണ് അല്ലേ. സോ എ ലെറ്റർ എഴുതി. നെക്സ്റ്റ് ഏതാണ്, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, ആം ആണ് ഹെൽപ്പിംഗ് വെർബ് അല്ലേ. ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, ആം ആണ്. ആം ഏതിൻ്റെ കൂടെ ഉപയോഗിക്കുക, ഐയുടെ കൂടെ ഉപയോഗിക്കുക. ഈ ആം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഇല്ല. ആം എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ. സോ ആമിനെ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. ആമിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആമിൻ്റെ കൂടെ വേറെ ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആറാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക, ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുക, പ്ലൂരൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കുക. ഇവിടെ ഏതാ വന്നിരിക്കുന്നത്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഐ ആണോ, ആമിനെ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാമായിരുന്നു. ഇവിടെ എ ലെറ്ററിന്റെ സ്ഥാനത്ത് ഐ വന്നിട്ടുണ്ടായിരുന്നു. ഐ ആണോ, അല്ല. സോ നമുക്ക് എന്ത് ചെയ്യില്ല, ആമിനെ അങ്ങനെ ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. ദെൻ ഇവിടെ എന്താണ് തന്നിരിക്കുന്ന, എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അവിടെ ഈസ് ആം ആറിൽ ഏതാ യൂസ് ചെയ്യുക, ഈസ് ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈസ് എഴുതി. നെക്സ്റ്റ് നോക്കൂ, വെർബ് ഏതാണ്, VM പ്ലസ് ING അല്ലേ. വെർബ് VM പ്ലസ് ING ആയതുകൊണ്ട് ബി ഫോം. ഹെൽപ്പിംഗ് വെർബിന് തൊട്ടടുത്തായിട്ട് നമ്മൾ ബി ഫോം എഴുതണോ. ബി ഫോം എന്താണ്, ബിയുടെ ING ഫോം ആയിട്ടില്ല, ബീയിങ് ആണ് എഴുതി. റൈറ്റിംഗ് അല്ലേ, VM പ്ലസ് ING ആണ്. അതിൻ്റെ V3 ഫോം ഏതാണ്, റൈറ്റ് അല്ലേ. നമ്മളെന്താ, V1 ഏതാണ്, റൈറ്റ് ആണ് അല്ലേ. V2 ഏതാണ്, റോട്ട് ആണ്. V3 ഏതാണ്, റിട്ടേൺ ആണ് അല്ലേ. സോ അതിൽ VM പ്ലസ് ING ഫോം ഏതാണ്, VM പ്ലസ് ING ഫോം എന്ന് പറയുന്നത് റൈറ്റിംഗ് അല്ലേ. സോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഓൾറെഡി ഉണ്ട്. VM പ്ലസ് ING ഏതാണ്, റൈറ്റിംഗ് ആണ്. സോ റൈറ്റ്, റോട്ട്, റിട്ടേൺ, റൈറ്റിംഗ് ആണ്. അപ്പോൾ റൈറ്റിംഗിൻ്റെ V3 ഫോം ഏതാണ്, റിട്ടേൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ. ബൈ ആരാണ്, ഐ എന്തായിട്ട് മാറും, ഐ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് മീ ആയിട്ട് മാറില്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാം, ഐ എ മീ ആക്കി മാറ്റും. സോ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്തായിട്ട് മാറും, എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ ബൈ മീ എന്നായിട്ട് മാറും. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്തായിട്ട് മാറും, എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ ബൈ മീ എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ചോദ്യം നോക്കാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ചോദ്യം അല്ലേ. സോ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഏതാണ്, എ ലെറ്റർ ആണ് അല്ലേ. സോ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് എഴുതി. ദെൻ നെക്സ്റ്റ് ഏതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, ആം ആണ്. ആം നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താണ്, ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ ഉപയോഗിക്കും. ദെൻ എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഏതാ ഉപയോഗിക്കുക, ഈസ് ആണ് ഉപയോഗിക്കുക, നമ്മൾ പറഞ്ഞു അല്ലേ. റൈറ്റിംഗ് VM പ്ലസ് ING ആയതുകൊണ്ട് ബിയുടെ ING ഫോം യൂസ് ചെയ്യണം. ബിയുടെ ING ഫോം ഏതാണ്, ബീയിങ് നമ്മളിവിടെ ഉപയോഗിച്ചു. റൈറ്റിംഗ് VM പ്ലസ് ING ആണ്. അതിൻ്റെ V3 ഫോം ഏതാണ്, റിട്ടേൺ ആണ്. റിട്ടേൺ കൊണ്ടുവന്നു. ബൈ പ്ലസ് ഏതാണ്, ഏജന്റ് അല്ലെങ്കിൽ എന്താ, ഡൂവർ ഏതാണ്, ഐയുടെ എന്താണ്,
മീ ആണ് അല്ലേ. ഐ എന്തായിട്ട് മാറും? മീ ആയിട്ട് മാറും. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ഈസ് ബീൻ റിട്ടൺ ബൈ മീ. അത് നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് നോക്കാം നമുക്ക്. നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മാറ്റം വരുന്നത്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഞാനൊരു ലെറ്റർ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മാറും? ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നില്ല അല്ലേ. സോ നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുന്ന സമയത്ത് ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്തു. ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ. സോ ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. എന്താ മാറ്റം വന്നത്? എ ലെറ്റർ അല്ലേ, ഒബ്ജക്റ്റീവ് കൊണ്ടുവന്നു. ഇവിടെ എന്താണ്? സെയിം തന്നെ അല്ലേ. നെക്സ്റ്റ് ഏതാണ്? ആം നോട്ട് ആണ് അല്ലെ. ആം നോട്ട്, ലെറ്ററിന്റെ കൂടെ ആം യൂസ് ചെയ്യുമോ? ഇല്ല, ഈസ് ആണ്. അപ്പൊ ആം നോട്ട് വരുന്ന സമയത്ത്, ആം വന്ന സമയത്ത് ഈസ് വന്നു. ആം നോട്ട് വന്നാലോ? ഈസ് നോട്ട് അല്ലേ. സോ എന്താണ്? ഈസ് നോട്ട്. നെക്സ്റ്റ് തന്നെ ബി പ്ലസ് ഐ എൻ ജി ആയതുകൊണ്ട് ബിയുടെ ഐ എൻ ജി ഫോം ബീങ്. റൈറ്റിംഗ് എന്തായിട്ട് മാറും? റിട്ടൺ ആയിട്ട് മാറും. ഐ എന്തായിട്ട് മാറും? ബൈ പ്ലസ് മീ ആയിട്ട് മാറും. എന്താ മാറ്റം വരുന്നത്? ഇവിടെ വരുന്നൊരു മാറ്റം ഏത് മാത്രമേ ഉള്ളൂ? തന്നിരിക്കുന്നത് ആം വന്ന സമയത്ത് ഈസ് വന്നു, ആം നോട്ട് വന്ന സമയത്ത് ഈസ് നോട്ട് വന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, സിമ്പിളാണ് അല്ലെ. നമുക്ക് സിമ്പിളായിട്ട് സിമ്പിൾ പ്രസൻറ്റ് അല്ലെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഐ വരുമ്പം ആം വരും, സിംഗുലർ വരുമ്പം ഈസ് വരും. ഇവിടെ ഏതെങ്കിലും സിംഗുലർ വന്ന് ഈസ് വന്ന് ഇവിടെ പ്ലൂരൽ വരികയാണെങ്കിൽ അവിടെ ആർ യൂസ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. ആം ഉപയോഗിക്കുന്നത്, ഈസ് ഉപയോഗിക്കുന്നത്, ആർ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തത് നോക്കാം.